ഒത്തിരി സന്തോഷം ചേട്ടാ ഇങ്ങനെ വന്നപ്പം. ചേട്ടാ കുറേ ആളുകളെ ഇങ്ങനെ കാണാൻ കഴിയുന്ന ഒരു ദിവസമാണ്. സംശയം എന്താ, ഇതിപ്പോൾ ഈ ജനറൽ ബോഡി മീറ്റിങ്ങുകൾ കാണാം, അവിടെ വെച്ച് എല്ലാവരും ഇത് കാണാൻ പറ്റും. എല്ലാവരും ഉണ്ടാവുമല്ല ഒരു പക്ഷേ പേഴ്സണലായിട്ടുള്ള ഇത് ബുദ്ധിമുട്ട് കൊണ്ട് ചിലർ വന്നില്ല എന്ന് വരും, അത്രേ ഉള്ളൂ. എങ്കിൽ കൂടി ഒരു 95% ആളുകളും ഈ ജനറൽ ബോഡിക്ക് വരാറുണ്ട് ഓരോ വർഷവും. കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ ആയിരുന്നു, ഗോകുലം പാർക്കിലായിരുന്നു. അപ്പോൾ അതിനൊക്കെ വരാറുണ്ട്. എനിക്ക് ഇതിപ്പോൾ ആദ്യം മുതലുള്ള മെമ്പറാണ് ഞാൻ, തുടക്കം. ഓരോ 2 മീറ്റിംഗ് ആകുമ്പോഴേ മിസ് ചെയ്തു പോയി, സുഖമില്ലാത്തതുകൊണ്ട്. ബാക്കിയെല്ലാം ഓക്കെ. അത് ഒരു ഭയങ്കര ഒരു അരങ്ങാണിത്. ഇവിടെ വരിക, പരിചയമില്ലാത്ത ആളുകളെ പരിചയപ്പെടുക, അവരിങ്ങോട്ടും പരിചയപ്പെടുക, എന്നിട്ട് പഴയ ആളുകളുടെ ഓർമ്മ പുതുക്കുക. ഇതൊക്കെ ഇങ്ങനെ സംഭവമില്ലേ? ഇതൊക്കെ നമുക്ക് സാധാരണഗതി പറ്റുകയല്ലോ. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആളാണെന്ന് ചിലപ്പോൾ പലർക്കും അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് പലരെ അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. ഇതിനൊക്കെ ഒരു ഈ കണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അവരെ മറക്കുകയില്ല. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങൾ. വേറെന്താ വിശേഷം? മനസ്സുകളിലൊക്കെ ഇവിടെ വരുന്നവരെല്ലാം മനസ്സുകളിൽ ചേട്ടനൊക്കെ അഭിനയിച്ചു വെച്ച ചിത്രങ്ങൾ ഇപ്പോഴും നമ്മളൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ് കേട്ടാ. വളരെ സന്തോഷം. അതാണല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ. ഇന്ന് ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന ആളുകൾ അപ്പം വെറുതെ ഓരോ സിനിമകൾ ഓരോ മനസ്സിൽ ഓർമ്മ വരും. പിന്നെ തൂവാനത്തുമ്പികൾ, എന്താണ് എടുത്ത് പറഞ്ഞൊരു പേര്. തൂവാനത്തുമ്പികളൊക്കെ എന്താണല്ലേ. അദ്ദേഹം പോയല്ലോ. അതെ അതെ അതെ. തൂവാനത്തുമ്പികളുടെ പിന്നെ ഒത്തിരി പടങ്ങളില്ല. ലാലിന്റെ കൂടെ ഒത്തിരി പടമുണ്ട്. പ്രജ ലാലേട്ടന്റെ കൂടെ ആയിരുന്നു കൂടുതലും അല്ലേ? സൂപ്പർ സ്റ്റാർസിന്റെ ലാലേട്ടന്റെ കൂടെയും നിങ്ങൾ ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. അതൊക്കെ ഒരു കാലത്തൊക്കെ നടക്കും. എന്തായാലും ഒത്തിരി സന്തോഷം ചേട്ടാ ഇവിടെ വന്നു കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു ചേട്ടാ, താങ്ക് യു ചേട്ടാ. എന്തായാലും മനസ്സിന്റെ സന്തോഷ മുഹൂർത്തത്തിലാണ് എല്ലാവരും മനസ്സിന്റെ സന്തോഷത്തെ മുഹൂർത്തത്തിലാണ്. സുഖല്ലേ? പിന്നെ ഒരു വർഷം വേണ്ടി നമുക്ക് കാണാം. ഒരു വർഷം എത്തി പോയതറിഞ്ഞില്ല നമ്മള്. പിന്നെ അഗൈൻ വി ആർ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് അമ്മ മീറ്റ്. പിന്നെ ഇന്ന് ഇലക്ഷൻ ഉണ്ട് എന്നൊക്കെ കേട്ടു. ഇലക്ഷൻ ഉണ്ട്. ഞാനും അതെ, ഞാൻ ഇപ്പോഴാ അറിയുന്നത്. എന്തിനാടോ ഇലക്ഷൻ? നമ്മളെ ലാലേട്ടൻ ഉണ്ടല്ലോ, പിന്നെന്താ ഈ കമ്മിറ്റിക്ക് എന്താ കുഴപ്പമില്ല? എന്താ കുഴപ്പം? നമുക്ക് വി ആർ ഹാപ്പി, അത്രേ ഉള്ളൂ. വേറെ ആരും ഒന്നും ഉണ്ടാവല്ലേ എന്നാണ്, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാവല്ലേ എന്നാണ് കേട്ടോ. എപ്പോഴും ഒരു എക്സ്പീരിയൻസ് ഹാൻഡ് വേണം നമ്മളെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂപ്പര് എല്ലാത്തിനും സ്ട്രോങ് ആയിട്ട് നിന്നു അല്ലേ? തീർച്ചയായും 100%. ആളുകളൊക്കെ കണ്ടോ? കണ്ടോണ്ടിരിക്കുന്നു. കുറച്ച് പേരെ കണ്ടു, ഭക്ഷണം കഴിച്ചു, പിന്നെ വന്നു. എന്നിട്ടാണ് ഞാൻ കാർഡൊക്കെ മേടിച്ചത്. അതെല്ലാരും കണ്ടിട്ട് വന്നിട്ട് അല്ലേ? അത് ഇവരെ കാണാന്നുള്ളല്ലോ. സീറ്റും പിടിച്ചു. അവിടെ എന്തോ വെച്ചിട്ട് വന്നിട്ടാണ് സീറ്റ്. ബാഗ് വെച്ചിട്ടുണ്ട്, അതിനകത്തൊന്നുമില്ല. ഒത്തിരി സന്തോഷം ചേച്ചി, ഒത്തിരി സന്തോഷം കേട്ടോ. നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ. ഓക്കെ. താങ്ക് യു. എന്തായാലും സന്തോഷം ആണ് നമുക്ക് എല്ലാവർക്കും. ഇങ്ങനെ ഒരേ മുഖങ്ങൾ വരുന്നു. നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് വരണം. സന്തോഷം. വീണ്ടും നമ്മൾ ഒന്നിച്ച് കാണുന്നു അല്ലേ? ഒരു വർഷം ജനറൽ ബോഡി കഴിഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുടുംബസംഗമത്തിൽ കണ്ടു. എന്ത് തോന്നുന്നു? സന്തോഷമാണ്. എല്ലാ കൊല്ലം എല്ലാരെയും കാണുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് വരുന്നത് എല്ലാ വർഷവും. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം സംസാരിക്കുക, പഴയ കാര്യങ്ങൾ സംസാരിക്കുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക, തമാശ പറയുക. ഇതിനു വേണ്ടിയിട്ട് ആ ഒരു കൊല്ലം വെയിറ്റ് ചെയ്യുക സന്തോഷം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ചരിത്ര സംഭവങ്ങളായ കുടുംബസംഗമം, ആ കുടുംബസംഗമം ചരിത്രത്തിൽ എഴുതി വെക്കാവുന്ന ഒരു സംഭവമായി മാറിയെന്ന് തോന്നുന്നു. കുറേ നാളായി മെമ്പറായിട്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പല ആഗ്രഹങ്ങളും അങ്ങനെ ഒരു കുടുംബസംഗമം വേണമെന്ന്. അതെയല്ലോ, പ്രത്യേകിച്ച് നമ്മളൊക്കെ പണ്ട് മദ്രാസിലുള്ളപ്പോൾ എല്ലാവരും തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് തിരിച്ച് കേരളത്തിൽ വന്നതിന് ശേഷം വളരെ അപൂർവമാണ്. ഓരോരുത്തർ ഓരോ സ്ഥലത്ത് വർക്കിൽ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് ഒരു ഏറ്റവും വലിയ ഒരു എന്താണ് പറയുക, ഒരു കുടുംബമാണെന്നുള്ളതിൻ്റെ. പ്രത്യേകിച്ച് ഞാനൊക്കെ എൻ്റെ ഒരു മെച്യൂരിറ്റി വരുന്നതിന് മുമ്പ് ഫീൽഡിൽ വന്നതാണ് 17ാമത്തെ വയസ്സിൽ. ഇപ്പം എനിക്ക് 65 വയസ്സായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കുടുംബമാണ്. ഇനിയിപ്പോൾ എന്ത് കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് തെറ്റ് പറ്റിയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ കൂടെ നിർത്തില്ലേ? അതുമാതിരിയാണ്. നമുക്ക് ആരോടും വിരോധമോ ഒരു സന്തോഷം ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും ചിലപ്പോൾ. പക്ഷെ എന്നാലും നമുക്ക് എല്ലാവരും കാണണം. സന്തോഷം തന്നെയാണ്. ഇതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഓരോ കൊല്ലം വെയിറ്റ് ചെയ്യണം. ഇനിയും നല്ല നല്ല ദിവസങ്ങളുണ്ടാകുന്ന നല്ല മുഹൂർത്തങ്ങൾ. ഒരു ലൈൻ പ്രഷർക്ക്
ഒരു ലൈൻ എൻ്റെ ആദ്യത്തെ പാട്ട് പാടാം. ഓക്കെ ഓക്കെ. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ ഇങ്ങാണ് സംഗമം ഇങ്ങാണ് സംഗമം. അടുത്ത സംഗമം ഞാനതാ പറയും, ഇനി എന്നാണ് സംഗമം? അടുത്ത വർഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത സംഗമത്തിന് വേണ്ടി കാത്തു നിൽക്കാം. ഓക്കെ, താങ്ക് യു ചേച്ചി. ഒത്തിരി സന്തോഷം. അതാണ് അടുത്ത സംഗമത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ പാട്ട് തന്നെ. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിലെ പാട്ട് തന്നെയാണ് പാടിയത്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിലെ പാട്ട് പാടി തന്നെയാണ് പറഞ്ഞത്. നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും എത്തിയിരിക്കുന്നു. വർഷം പോണെന്ന് അറിയുന്നില്ല നമ്മള്. ഇടയ്ക്ക് കുടുംബസംഗം ഉണ്ടായിരുന്നു. ഞാൻ ജനൽപടിയാണ്, കുടുംബസംഗത്തിനാണ്. എങ്ങനെ എല്ലാരും കണ്ടോ? ഇല്ല, കണ്ടുവരുന്നല്ലോ, ഓരോരുത്തരായിട്ട് കണ്ടു വരുന്നു. അതിന്റെ ഒരു സന്തോഷത്തിലാണ്. സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു അമ്മയുടെ ചരിത്ര സംഭവങ്ങളാണ് ഈ ജനറൽ ബോഡി ഒരേ വർഷം നടക്കുന്നത്. നമുക്ക് കാണാൻ ആഗ്രഹിച്ചവരെ കാണാൻ വരുന്നു, പഴയ ആളുകളെ കാണാൻ പറ്റും, പുതിയ ആളുകളെ കാണാൻ പറ്റും. അതൊന്നും അങ്ങനെ ഒരു കൂട്ടായ്മ എല്ലാ സംഘടനയ്ക്കും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാനൊക്കെ. അത് കൃത്യമായിട്ട് അമ്മ നടത്തി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു ചെറിയ കാര്യമല്ലല്ലോ. മാത്രമല്ല, നമ്മളൊക്കെ ജനറൽ ബോഡി എന്ന് പറഞ്ഞെങ്കിലും നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവരെയും, ചിലപ്പോൾ പുതിയ പുതിയ ആൾക്കാർ തന്നെ ഉണ്ടാവും, പഴയ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള എല്ലാവരെയും ഇന്ന് ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. നമുക്ക് ഇനിയും കാണണം. തീർച്ചയായിട്ടും. കുടുംബസംഗം കഴിഞ്ഞിട്ട് ഒത്തിരി ആളായില്ല, പക്ഷെ എങ്കിലും ഒരേ ആളുകളെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പഴയ ആളുകൾ, നമ്മൾ ഇഷ്ടപ്പെട്ട ആരാധിച്ച ആളുകളുണ്ട്, നമ്മൾ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകൾ കാണുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷമാണ്. ആക്ച്വലി ഫാമിലി മീറ്റിന് എല്ലാ വർഷവും ഈ ഒരു ദിവസം വെയിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫാമിലി മീറ്റ് ഉണ്ടായതുകൊണ്ട് ഒരു 6 മാസത്തെ ഗ്യാപ്പ് വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ വർഷത്തിലൊരു പ്രാവശ്യമല്ലേ സംഭവിക്കുള്ളൂ. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് വുമൻസ് ഡേ അങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ കുറച്ചും കൂടി മീറ്റിംഗ് കൂടുതലാണ്, എല്ലാവരും കാണാറുണ്ട്. അതിന് സന്തോഷമുണ്ട്. അത് അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യുന്ന കൊല്ലത്തിലൊരു നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇന്നിവിടെ വരുന്നുണ്ടോ? ഞാൻ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതെല്ലേ, ആ ഓർമ്മ ഇന്ന് ജഗതിച്ചേട്ടൻ കാണുമ്പോ. അതെ, അയ്യോ വരുന്നില്ല, അതൊരു അപ്പൊ ഇന്നത്തെ എക്സൈറ്റ്മെന്റ് അതാണല്ലോ. അതാണ്, നമ്മളാണ് അതെല്ലാരും പ്രേക്ഷകർ അടിച്ചുകൊണ്ട്. അപ്പൊ എല്ലാവർക്കും ഇതാണ് ഭയങ്കര സന്തോഷമാണ്. അതെ, ഉറപ്പായിട്ടും നമ്മള് മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന, സ്ക്രീനിൽ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന സന്തോഷമാണ്. ഒത്തിരി സന്തോഷങ്ങളായി, ഒത്തിരി സന്തോഷം. ഓക്കെ. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.